ഹായ് സുഹൃത്തുക്കളെ, പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. ചെറുതായിട്ട് തൊണ്ടയടപ്പ് എന്തെന്നറിയില്ല, കൂടെ വരാറുണ്ട്. എനിക്കിത് പറയാനുള്ളത് ഒരാളുടെ ജീവിതമാണ്, ഇത് കഥയല്ല, ഇത് നടന്ന സംഭവമാണ്. നമ്മളെല്ലാവരും ഒന്ന് മനസ്സിലാക്കുക, ഞാനുൾപ്പെടെ ആളുകൾ ഒന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ, നമ്മൾ ചെറിയ കാര്യങ്ങൾക്ക് വിഷമിക്കും. ഞാൻ എങ്ങനെയാണ് ഒരു ചെറിയ കാര്യങ്ങൾ ഓർത്ത് ഭയങ്കരമായിട്ട് വിഷമിക്കും. ഇവരുടെ കഥ കേട്ടപ്പോൾ എനിക്ക് തോന്നി, എൻ്റെ ഒന്നും വിഷമം ഒന്നുമല്ല. ഇവരൊക്കെ എത്ര നാൾ ജനിച്ചപ്പോൾ മുതൽ ദുഃഖിക്കുന്ന ആളുകളാണ്. അവരെക്കുറിച്ച് ഓർത്തപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം തോന്നി. എന്നോട് തന്നെ എനിക്ക് പുച്ഛം തോന്നി. സത്യം പറയാം, എന്തിനാ ചെറിയ കാര്യങ്ങൾക്ക് ഞാനെന്നല്ല, ഒരുപാട് സ്ത്രീകൾ ചെറിയ കാര്യങ്ങൾ മതി അത് ഓർത്ത് വിഷമിക്കുന്ന സ്ത്രീകളുണ്ട്. പക്ഷെ നമ്മൾ പുറത്ത് മറ്റുള്ളവരോട് സംസാരിക്കണം. അപ്പോഴായിരിക്കും അവരെ കാര്യങ്ങൾ അറിയുമ്പോൾ നമുക്ക് വിഷമം വരുന്നത്. നമ്മളതൊന്നും ഒന്നുമല്ല. എൻ്റെ ഒരു കൂട്ടുകാരിയുടെ കുട്ടിക്കാലമാണ്. അവർ 3 പേരായിരുന്നു. അമ്മ മാത്രമേ ഉള്ളൂ. അച്ഛൻ 3 കുഞ്ഞുങ്ങളെയും അമ്മയെയും ഉപേക്ഷിച്ച് ചെറുപ്പത്തിൽ തന്നെ പോയി. ആ അമ്മ കഷ്ടപ്പെട്ടാണ് ഈ മക്കളെ വളർത്തി. ഈ മക്കൾ അമ്മ ജോലിയും കഴിഞ്ഞ് വരുന്നിടം വരെ കാത്തിരിക്കണം ആഹാരത്തിന്. സ്കൂളിൽ പോകുമ്പോൾ അവിടെ നിന്ന് കഞ്ഞി കിട്ടും. പിന്നെ വീട്ടിൽ വന്നിട്ട് മാങ്ങ ഒക്കെ പറക്കി തിന്ന് വെള്ളം കുടിച്ചാണ്. അതിൽ മൂത്തതാണ് പെൺകുട്ടിയാണ്. ബാക്കി 2 എണ്ണം ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയാണ്. ഈ മൂത്ത കുട്ടിക്ക് 6-ലൊക്കെ പഠിക്കുന്നത്. ദൂരെ പോയി വെള്ളം കൊണ്ടുവന്ന് ചുമന്ന് വീട്ടിൽ കൊണ്ട് വയ്ക്കണം. അമ്മ വരുന്നതിന് മുമ്പേ കലത്തി വെള്ളം വയ്ക്കണം. എന്നിട്ട് അടുപ്പിൽ തീ കത്തിക്കണം. ആ തീ കത്തിച്ച് വെള്ളം തിളച്ച് കിടക്കും. പക്ഷേ അമ്മ അരിയും കൊണ്ട് വരുമ്പോഴത്തേക്ക് ഈ വെള്ളം പറ്റിപ്പോവും. വെള്ളം തിളച്ച് പറ്റും. എന്നാലും അമ്മ വരത്തില്ല. അമ്മ ജോലിയും കഴിഞ്ഞ് അരിയും സാധനമൊക്കെ മേടിച്ചുകൊണ്ട് വന്നാലേ ഈ കുഞ്ഞുങ്ങൾക്ക് തിന്നാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു കാലമാണ്. അച്ഛൻ അവരെ ഉപേക്ഷിച്ച് പോയി. ഇവർ വളർന്നതെന്ന് വെച്ചാൽ നാട്ടുകാർ അവർ താമസിക്കുന്നിടത്ത് അവരൊരു വീടേ ഉള്ളൂ. പിന്നെ കുറേ അയ്യമാണ് ഇങ്ങനെ കിടക്കുന്ന കുറേ പറമ്പുകൾ. ആ പറമ്പ് കഴിഞ്ഞ് കുറച്ച് ചെല്ലുമ്പോഴാണ് വീടുകളുള്ളത്. അവിടെ ആളുകളാണ് ഇവർക്ക് ആഹാരമൊക്കെ കൊടുക്കുന്നത്. അവിടെ വലിയ വീട്ടുകാരുണ്ട്, ഇച്ചിരി കാശൊക്കെ ഉള്ള. അവർ ഈ കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കും. അവിടെ ചെന്ന് തീപ്പെട്ടി, മുളക്, ഉപ്പ്, അങ്ങനെ എല്ലാ സാധനങ്ങളും അവിടെ ഒരു അമ്മയും അച്ഛനും ഉണ്ട്. അവർ ഈ 3 കുഞ്ഞുങ്ങൾക്കും കൊടുക്കും. അവർ വേവിക്കുന്നൊരു ഓഹരി ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കും. അവർക്കൊരു മോനേ ഉള്ളൂ. അങ്ങനെയാണ് ഈ കുഞ്ഞുങ്ങൾ കഴിഞ്ഞത്. പിന്നെ അവർ വീട്ടിൻ്റെ അടുത്ത് തോടും കുളവും ഉണ്ട്. അവിടെ പോയി പരൽമീനെയൊക്കെ പിടിക്കും. ഇട്ടേക്കുന്ന തുണി കഴുകി ഉണക്കിയിട്ട് വേണം ഇടാൻ പോലും വസ്ത്രമില്ല. നല്ലൊരു ആഹാരമില്ല. അമ്മയുടെ ജോലി ചെയ്യുന്ന പൈസയ്ക്കാണ് അവർ ജീവിക്കുന്നത്. ഒരു ഓണത്തിനാണ് അവർ നല്ല ആഹാരം കാണുന്നതും കഴിക്കുന്നതും. എന്നുവെച്ചാൽ ഒരു ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ ജീവിച്ച കാലം. പട്ടിണി എന്തെന്ന് അവളടുത്ത് ചോദിച്ചാൽ അവൾ പറയും പട്ടിണി എന്താണെന്ന്. ഒരു ഓല കെട്ടണമെങ്കിൽ അവരമ്മയുടെ പെൻഷൻ പൈസ വരണം. പെൻഷൻ കിട്ടിയാലാണ് ആ വീട്ടിൽ ഓല കെട്ടുന്നത്. 100 മടൽ ഓല വേണം. അത് അയ്യത്തുനിന്ന് കിട്ടുന്ന ഓലയൊക്കെ എടുത്ത് കീറി വെച്ച് മുടഞ്ഞിട്ടാണ് അവർ ഓല കെട്ടുന്നത്. പക്ഷേ ആ ഓല വീട്ടിന് കെട്ടണമെങ്കിൽ തന്നെ പെൻഷൻ പൈസ വന്നാലേ ഈ ഓല കെട്ടാൻ പറ്റും. അന്ന് 6 മാസമൊക്കെ കഴിയുമ്പോഴാണ് പെൻഷൻ പൈസ വരുന്നത്. മാസം തോറും വരത്തില്ല. അത്ര ബുദ്ധിമുട്ടാണ് ആ അമ്മയും മക്കളും അനുഭവിച്ചത്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ 3 സഹോദരങ്ങളും കുട്ടിക്കാലത്ത് നല്ല സ്നേഹമായിരുന്നു. പിന്നെ വലുതായപ്പോൾ അവരൊക്കെ കല്യാണം കഴിച്ച് ഓരോരുത്തർ പോയി. അതിൽ എൻ്റെ കൂട്ടുകാരി ഒരാളെ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചു. അയാൾ 2 കുഞ്ഞിനെയും കൊടുത്തിട്ട് അയാൾ പോയി. പിന്നെ എൻ്റെ കൂട്ടുകാരിയുടെ അമ്മയായിരുന്നു എല്ലാം. അമ്മയും കുഞ്ഞുങ്ങളുമായി സന്തോഷമായി കഴിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, സഹോദരങ്ങളുമായിട്ട്. പെട്ടെന്ന് അമ്മയുടെ ഒരു മരണം അതവൾക്ക് ഒരിക്കലും താങ്ങാൻ പറ്റിയില്ല. അവൾ വല്ലാതെ വിഷമിച്ചു. പക്ഷേ അമ്മയുടെ മരണം കഴിഞ്ഞതോടെ സഹോദരങ്ങളും അവളെ അടുപ്പിക്കാതായി. അവളെ വിളിച്ചാൽ ഫോൺ എടുക്കില്ല, മിണ്ടില്ല. ഇനി അവൾക്ക് ആരുമില്ല. അവളെ സഹായിക്കണോ, അവളെ കുഞ്ഞുങ്ങളെ സഹായിക്കണോ എന്നുള്ളൊരു ചിന്ത. വല്ലാത്ത വിഷമം. അവളിന്ന് ഒരു അസുഖക്കാരിയാണ്. അവളെന്നും ദൈവത്തിനോട് പറയും, എൻ്റെ കാലം കഴിഞ്ഞാൽ എൻ്റെ മക്കൾ എങ്ങനെ ജീവിക്കും എന്ന്. കൊച്ചിലെയും എനിക്ക് ദുഃഖം, ഇന്നും എനിക്ക് ദുഃഖം തന്നു ദൈവം എന്ന് പറഞ്ഞ് ഒരുപാട് കരയും. എന്നോട് ഒരുപാട് പറഞ്ഞവൾ കരഞ്ഞു. ഞാനും കരഞ്ഞു. എനിക്ക് തോന്നി എൻ്റെ വിഷമം ഒന്നുമല്ല. അവളുടെ വിഷമം കേട്ടപ്പോൾ എൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അവൾ എന്നോട് കുറേ പറഞ്ഞു. പക്ഷെ ഞാൻ കുറച്ചേ ഇതിൽ പറഞ്ഞിട്ടുള്ളൂ. എനിക്കെന്തോ ദൈവത്തിനോട് തന്നെ ദേഷ്യം തോന്നി. എന്തിനാണ് കുഞ്ഞുനാളിലെ അതിനെ വിഷമിപ്പിച്ചു. ഇന്നും അതിന് വിഷമം എന്തിനാണ് ഭഗവാനെ കൊടുക്കുന്നതെന്ന് ഞാൻ ചോദിച്ചു. ഞാൻ ചെറിയ കാര്യങ്ങൾക്ക് വേദനിക്കാറുണ്ട്. അതാണ് എൻ്റെ ഒരു സ്വഭാവം. എന്നെപ്പോലെ ഒരുപാട് സ്ത്രീകളുണ്ട്. അവരൊക്കെ ഇങ്ങനെയുള്ള കഥകൾ അറിയണം. പലർക്കും നമ്മളെക്കാളും ദുഃഖങ്ങളുണ്ട്. അത് നമ്മൾ അറിയുന്നില്ല. നമ്മുടെ ഒരു ചെറിയ വിഷമം മാത്രമാണ് നമ്മൾ കുത്തിപ്പൊക്കിക്കൊണ്ട് നടക്കുന്നത്, അതിനുവേണ്ടി സങ്കടപ്പെടുന്നത്. ദൈവത്തിനോട് എനിക്കൊരു പ്രാർത്ഥനയേ ഉള്ളൂ, ഇനിയെങ്കിലും അവൾക്കൊരു നല്ല ജീവിതം കൊടുക്കട്ടെ. ആ കുഞ്ഞുങ്ങളൊക്കെ പഠിച്ച് നല്ല നിലയിലെത്തി സന്തോഷമായിട്ട് ജീവിക്കട്ടെ, ആരോഗ്യം കൊടുക്കട്ടെ എന്ന് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. എന്നും ഞാനിത് ആലോചിക്കും. എൻ്റെ ഓർമ്മയിൽ നല്ലൊരു